നാം പലപ്പോഴും നമ്മിൽ പലരും വിചാരിക്കാറുണ്ട്, ദൈവം നമുക്ക് തരുന്ന സുഖം, ബലം, അനുഗ്രഹങ്ങൾ, നന്മകൾ, അതിനു മാത്രം ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സ്വാർത്ഥരായി നന്ദി പറഞ്ഞിരിക്കുന്നവരുണ്ട്. പക്ഷേ അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ രണ്ടാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശാലതയിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന്. പ്രിയ ദൈവമക്കളെ, നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല, ദേശത്തിൻ്റെ നന്മ, ദേശത്തിലെ ജനങ്ങൾ വിടുവിക്കപ്പെടുമ്പോൾ, ആത്മാവിൽ നടത്തപ്പെടുമ്പോൾ, സത്യസന്ധരായി ജനങ്ങൾ ജീവിക്കുന്നത് കാണുമ്പോൾ, ഒരു നന്മ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ എല്ലാറ്റിനും നാം ദൈവത്തിന് നന്ദി കരയേറ്റുന്നത് നമ്മുടെ കടമയാണ് എന്ന് ഈ വചനത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അത് ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഒരു സഭ വിടുവിക്കപ്പെടുമ്പോൾ, ഒരു സഭയിലെ സുവിശേഷീകരണം നടക്കുമ്പോൾ, ദേശത്തിലെ ജനങ്ങൾ വിടുവിക്കപ്പെടുമ്പോൾ ദൈവത്തെ സ്തുതിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ എല്ലാറ്റിനും എപ്പോഴും നന്ദിയുള്ളവരായി, സ്തോത്രം ചെയ്യുന്നവരായി, സന്തോഷമായി നിൻ്റെ സന്നിധിയിൽ ജീവിച്ച് നിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ജനത്തിൻ്റെ കർത്താവ് ആത്മീയ വിടുതലുകൾ കാണുമ്പോൾ, ദൈവം നരകത്തിൽ നിന്ന് അനേകർ വിടുവിക്കപ്പെട്ട് സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്നത് കാണുമ്പോൾ, അങ്ങേ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്തുതിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.